ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയാണ് കേട്ടോ. അപ്പൊ സച്ചി ആകെപ്പാടെ പേടിച്ചു വിറച്ചിരിക്കുകയാണ്. രേവതിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ രേവതി ഒന്നും മിണ്ടുന്നില്ല. ഒരു പ്രതികരണവും ഇല്ലെന്ന് കൂട്ടുകാരൻ പറഞ്ഞു. ഫാനിന്റെ ശബ്ദം മാത്രം കേൾക്കുന്നുണ്ടടാന്ന് പറഞ്ഞു. ഇത് കേട്ടത് വല്ലാണ്ട് അങ്ങ് പേടിച്ചു പോയി. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചു പറഞ്ഞു, എടാ പേടിപ്പിക്കല്ലേടാ, ചങ്കിനകത്ത് വല്ലാത്തൊരു വിഷമം തോന്നുന്നടാ. എന്തിനാ നിനക്ക് വിഷമം തോന്നുന്നത്? നീ നിന്റെ ഭാര്യനെ എത്രമാത്രം ക്രൂരമായിട്ടാണ് പറഞ്ഞു വിട്ടത്. എന്നിട്ട് നിനക്ക് വിഷമം തോന്നേണ്ട കാര്യമുണ്ടോ? ഒരു വിഷമം തോന്നേണ്ട കാര്യമില്ലടാ. നീ ധൈര്യമായിട്ടിരിക്കുക. അവള് ചത്താൽ എന്താ, ജീവിച്ചാൽ എന്താ? അവള് ചത്താൽ എന്താ, ജീവിച്ചാൽ എന്താന്നോ? എടാ, എന്റെ ബുദ്ധിമുട്ട് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ, അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരിങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്താണ് രേവതിയുടെ വീടിന്റെ അവിടെ എത്താറായത്. അപ്പോഴത്തേക്കും കൂട്ടുകാരൻ പറഞ്ഞു, അല്ല ഇതിപ്പോ നമ്മൾ പോകുന്ന റൂട്ട് രേവതിയുടെ വീട്ടിന്റെ അങ്ങോട്ടേക്കാണല്ലോ. അതെ, രേവതിയുടെ വീട്ടിന്റെ അങ്ങോട്ടേക്കാ പോകുന്നത്. എന്താ, നീ രേവതിനെ കൂട്ടാൻ പോവുകയാണോ? ഏതായാലും കൊള്ളാടാ, ഇപ്പോഴാ നിന്റെ തീരുമാനം ശരിയായത്. രേവതിനെ കൂട്ടിക്കൊണ്ടേ നമുക്ക് വീട്ടിലേക്ക് പോകാം. അല്ല, നീ പൂസായിട്ട് ചെന്നിട്ടുണ്ടേ രേവതിക്ക് ഇഷ്ടപ്പെടുവോ? അവക്ക് നീ കള്ളു കുടിക്കുന്ന ഇഷ്ടമല്ലല്ലോ, പിന്നെ എങ്ങനെ നീ അവളെ കൂട്ടും? അത് പിന്നെ അവളെ കൂട്ടാനൊന്നും അല്ല പോകുന്നത്. ഞാൻ അവളുടെ മുമ്പിൽ പോകുന്നുമില്ല, കാരണം ശരിയാവില്ല. ഞാൻ അവളുടെ മുമ്പിൽ പോയാൽ ശരിയാവില്ല. അതും ഈ കോലത്തിൽ അവൾ എന്നെ കണ്ടാൽ ഒട്ടും ശരിയാവില്ല. ഒരു കാര്യം ചെയ്യണം, ഞാനല്ല നീ ആ രേവതിയുടെ അടുത്ത് പോകുന്നത്. ഞാനോ? ഞാൻ രേവതിയുടെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യണം? നീ രേവതിയുടെ അടുത്ത് പോയിട്ടേ വേറെ ഒന്നും ചെയ്യാനില്ല. നീ രേവതിയുടെ അടുത്ത് പോയിട്ട് ഇവിടെ സച്ചി ഉണ്ടോ എന്ന് ചോദിക്കണം. എടാ, നീ എന്റെ കൂടെ അല്ലേടാ, പിന്നെ എന്തിനാടാ പോട്ടാ ഞാൻ അവിടെ ചെന്നിട്ട് സച്ചി ഉണ്ടോ എന്ന് ചോദിക്കുന്നത്? നീ എന്താടാ ഈ പറയുന്നത്? കള്ളു കുടിച്ചെങ്കിലും ഇത്രയ്ക്ക് വെളിവില്ലായ്മ നിനക്കുണ്ടോ? കള്ളൊക്കെ കുടിച്ചിട്ടുണ്ട്, അതൊക്കെ എന്റെ വയറ്റിൽ കിടന്നോളും. പിന്നെ ഞാൻ പറയുന്ന കാര്യം നീ അതേപടി ചെന്ന് പറഞ്ഞാൽ മതി. രേവതിയോട് നീ പറയണം, ദേ ഇവിടെ സച്ചി ഉണ്ടോ, ഞാൻ സച്ചിനെ കാണാൻ വന്നതാ, സച്ചിനെ കാണാതെ പോയിന്ന്. അങ്ങനെയൊക്കെ ഞാൻ എന്തിനാടാ ചെന്ന് പറയുന്നത്? എടാ, അങ്ങനെ ചെന്ന് പറഞ്ഞാലേ നമുക്ക് രേവതിനെ കാണാൻ പറ്റൂലോ. അപ്പൊ നിനക്ക് രേവതി അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവൂലോ. അപ്പൊ പിന്നെ എനിക്ക് സമാധാനം ആവൂലോ. അവള് കടുങ്കൈ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആശ്വാസമായിട്ട് എനിക്ക് വീട്ടിൽ പോവാലോ. ഓഹോ, കൊള്ളാം. നിന്റെ ബുദ്ധി ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പൊ ഈ കോലത്തിൽ ഞാൻ അവിടെ കയറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതവർക്ക് ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെടാതിരിക്കുവോ? അതൊന്നും നീ നോക്കണ്ട. ഇനി ഏതായാലും രണ്ടും കൽപ്പിച്ച് അങ്ങ് ചെല്ലുക. നീ ചെല്ല്, ഞാനിവിടെ ഇരിക്കാം എന്ന് പറഞ്ഞ് വണ്ടിയിൽ നിന്ന് പതുക്കെ രണ്ടുപേരും ഇറങ്ങിയിട്ട് നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരന് കാല് പോലും നിലത്ത് കുത്താൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിൽ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നു. വാതിലെ വന്ന് കൊട്ടിയതും രേവതിയും സച്ചിയല്ല കേട്ടോ, ശരത്തും ലക്ഷ്മിയും ദേവും ഒക്കെ ഇങ്ങനെ ഇറങ്ങി വന്നു കേട്ടോ. ഇറങ്ങി വന്നതും ഇയാള് വാതിൽ തുറന്നതും ഇയാൾ അങ്ങോട്ട് അകത്തേക്ക് അങ്ങ് വീഴാണ്. അപ്പൊ അതുപോലെ ലെവലും ഇല്ലാത്തൊരു ഇതിലാ വന്നേക്കുന്നത്. കാരണം ഒട്ടും കപ്പാസിറ്റി ഇല്ല, അത്രമാത്രം മദ്യപിച്ച് കാല് തറയിൽ ഉറയ്ക്കാത്ത നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. അപ്പൊ ഇന്നലെ നിങ്ങൾ അവരുടെ ആ ഒരു ലെവലൊക്കെ കണ്ടു കാണുമല്ലോ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞിട്ട്, അതെ പെങ്ങളെ, സിസ്റ്ററെ, സച്ചി ഇവിടെ ഇല്ലേ? അവനെ കാണാതെ പോയി. സച്ചിനെ കാണാതെ പോയെന്നോ? ലക്ഷ്മി പെട്ടെന്ന്, എന്താ സച്ചിനെ കാണാതെ പോയെന്നോ? അവനെ കാണുന്നില്ല, അവനെ എവിടെയാണെന്ന് അറിയത്തില്ല, അതാ ഞാൻ ഇവിടെ അന്വേഷിച്ചു വന്നതെന്ന് പറഞ്ഞു. അപ്പൊ രേവതി പറഞ്ഞു, മനസ്സിലായി, സച്ചിയേട്ടനെ കാണുന്നില്ലല്ലേ? സച്ചിയേട്ടനെ എങ്ങനെ കാണാനാ? സച്ചിയേട്ടൻ അകത്ത് കിടന്നുറങ്ങുന്ന സച്ചിയേട്ടൻ നിങ്ങൾ എങ്ങനെ കാണുന്ന ഈ പറയുന്നത്? സച്ചിയേട്ടൻ കൂർക്ക വലിച്ച് കിടന്നുറങ്ങുന്നുണ്ട്. അപ്പൊ സച്ചി ഇവിടെ ഉണ്ടോ? സച്ചിയേട്ടൻ ഇവിടെ ഉണ്ട്, സച്ചിയേട്ടൻ അകത്ത് കിടന്നുറങ്ങുകയെന്ന് പറഞ്ഞു. ഓ ആണോ? സച്ചി ഇവിടെ ഉണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്. ഇനിയിപ്പം എന്താ, സച്ചിയേട്ടൻ നിങ്ങൾ വിളിച്ച് കാണിക്കണോ? പിന്നെ സച്ചിയേട്ടൻ പ്രത്യേകിച്ച് പറഞ്ഞായിരുന്നു, ഇങ്ങനെ കുറച്ച് കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട്, അവര് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അകത്ത് കയറ്റരുത്, അവരാരെന്നെ കുടിപ്പിച്ച് കുളവാക്കുന്നതെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ കൊച്ചിനോട് പറഞ്ഞിട്ടുണ്ടോ? എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇനി വേറെ എന്തെങ്കിലും അറിയണോ ചേട്ടന്? എനിക്കൊന്നും അറിയണ്ട, എന്നാലേ ഞാൻ പോവുക. അവനിവിടെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്, സച്ചേട്ടൻ ഇവിടെ ഉണ്ട്. എങ്കിൽ പിന്നെ ഞാൻ പോയേക്കാം. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. വാതിലടച്ചോ, കിടന്നോ. എന്നാൽ ഞാൻ പോയേക്കാണ് എന്ന് പറഞ്ഞ് കൂട്ടുകാരൻ അങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി, എന്താടി രേവതി നീ പറഞ്ഞത്? അവൻ എവിടെയെങ്കിലും പോയിട്ട് ഇപ്പൊ അവൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത്? അയ്യോ, ഇനി സച്ചി ഇപ്പൊ എങ്ങോട്ടേക്ക് പോയതായിരിക്കും? ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. നിനക്കാണെങ്കിൽ ഒരു തുള്ളി വെളിവില്ല. നീ എന്താ
എന്താടി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? നിന്റെ ഭർത്താവല്ലേ? അതെ, എന്റെ ഭർത്താവാ. എന്റെ ഭർത്താവിനെ എനിക്കറിയുന്ന പോലെ അമ്മയ്ക്കറിയില്ലല്ലോ. അതെ, സച്ചിയേട്ടൻ അയാളുടെ കൂടെ തന്നെയുണ്ട്. സച്ചിയേട്ടനെ ഇപ്പൊ അയാളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അല്ല, അതെങ്ങനെ രേവതി നിനക്കറിയാം? കുറച്ചു നേരം മുമ്പ് സച്ചിയേട്ടനെ അയാളെ കൊണ്ട് എന്നെ വിളിപ്പിച്ചത്. ഞാനപ്പോൾ സച്ചിയേട്ടന്റെ സൗണ്ട് കേൾക്കുകയും ചെയ്തു. സച്ചിയേട്ടന് വെളിവില്ലാത്ത ഒരു രീതി തന്നെയാ അവിടെ നിൽക്കുന്നത്. വേറെ ഒന്നുമല്ല, മദ്യപിച്ചിട്ടാണെന്ന്. ഓ, അപ്പൊ പിന്നെ സച്ചി മനഃപൂർവ്വം പറഞ്ഞു വിടുവാന്ന് പറയുമ്പം അപ്പൊ നീ ഇവിടെ ഉണ്ടോ ഇല്ലോ എന്നറിയാൻ വേണ്ടിയല്ലേ? അപ്പൊ എടി മോളെ, നിന്നോട് സച്ചിക്ക് സ്നേഹം കാണൂടി, നീ ചെല്ലടി, നീ ചെല്ല. പിന്നെ ഞാൻ ചെല്ല ഇപ്പം പുറകെ. അതെ, എന്നെ അത്രമാത്രം ദ്രോഹിച്ചു, എന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അപമാനിച്ചു. അതൊക്കെ ഞാൻ മാത്രമേ കേട്ടുള്ളൂ, അമ്മ കേട്ടില്ലല്ലോ. അമ്മയ്ക്ക് ഈ വീട്ടിൽ നിന്ന് ഞാൻ എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോയി ബാധ്യത ഒഴിവാക്കി തരണം. പിന്നെ ബാധ്യതയൊന്നും ഞാൻ ആർക്കും ഇവിടെ ഉണ്ടാക്കി വെക്കില്ല. പക്ഷെ സച്ചിയേട്ടനെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ വെറുതെ ഒരു പെണ്ണിന്റെ മെക്കിട്ട് കയറാൻ പാടില്ല. സത്യസന്ധമായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഒരു തെറ്റ് പറ്റിപ്പോയി, അതിന് ഞാൻ മാപ്പ് ചോദിച്ചു. അതും അറിഞ്ഞുകൊണ്ടല്ല ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു. എന്നിട്ടും ആ മനുഷ്യൻ എന്താ എന്നോട് പറഞ്ഞത്? വീട്ടിൽ കയറണ്ട, ഇനിയിപ്പോൾ അയാള് എൻ്റെ ഭർത്താവല്ല, ഭാര്യയല്ല എന്നൊക്കെ പറഞ്ഞു വിട്ടതല്ലേ. വരട്ടെ, കാല് പിടിച്ചിങ്ങോട്ട് വരട്ടെ, അപ്പം ഞാൻ പോണോ വേണ്ടോ എന്ന് തീരുമാനിക്കാം. മാറി നിൽക്കാം അങ്ങോട്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി എന്ത് ചെയ്തു? സച്ചി അവിടെ ഉണ്ടോ ഇല്ലോ എന്ന് ഉറപ്പാക്കണമല്ലോ. സച്ചിനെ ഒന്ന് കാണുകയും കൂടെ ചെയ്യാമല്ലോ. എങ്കിൽ പിന്നെ രേവതി പതുക്കെ അവിടെ മതിലിൻ്റെ അവിടെ ചെന്ന് നോക്കുകയാണ്. അപ്പോഴത്തേക്കാണ് നമ്മുടെ കൂട്ടുകാരൻ ലെക്ക് ലെവലുമില്ലാതെ ചെന്നു സച്ചിൻ്റെ അടുത്തേക്ക്. എടാ, നീ വിചാരിക്കുന്ന പോലെ അല്ലടാ അവളുണ്ടല്ലോ, നീ വിചാരിക്കുന്ന പോലെ പൊട്ടിയൊന്നുമല്ല. അവൾ ഒരിക്കലും ആത്മഹത്യയും ചെയ്യാൻ പോകുന്നില്ല, അവള് ചാകാനും പോകുന്നില്ല. അവക്കേ നല്ല ആയുസുണ്ട്, അതും നല്ല ബുദ്ധിയുമുണ്ട്. അവളെ നീ ഇപ്പൊ കളിച്ച കളി തിരിച്ച് എന്നോട് കളിച്ചു. എന്താടാ നീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോടാ. വേറൊന്നുമല്ല സച്ചി, നിന്റെ ഭാര്യ ഉണ്ടല്ലോ, ബുദ്ധിമതി. എന്നോടെ നിന്നെ അന്വേഷിച്ച് ചെന്നപ്പോഴത്തേക്ക് അവളെ എന്താ പറഞ്ഞതെന്നറിയാമോ? സച്ചി അവിടെ ഉണ്ടെന്ന്. ഞാൻ അവിടെ ഉണ്ടെന്ന് അവള് പറഞ്ഞോ? പറഞ്ഞു നീ അവിടെ ഉണ്ടെന്ന് തന്നെ പറഞ്ഞു. അതുകൊണ്ട് അവക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് നീ എൻ്റെ കൂടെ ഉണ്ടെന്നും നീ പറഞ്ഞു വിട്ടിട്ടാ ഞാൻ അങ്ങോട്ടേക്ക് പോയതെന്നും എല്ലാം അവക്ക് പിടികിട്ടിയിട്ടുണ്ട്. നീ വിചാരിക്കുന്ന പോലെ പൊട്ടിയല്ലടാ നിന്റെ ഭാര്യ. ബുദ്ധിമതി. അവളെ പിടിച്ചോടാ, അവളെ വിടല്ലേ. അവള് ബുദ്ധിമതിയായൊരു സ്ത്രീയാ. അങ്ങനെ ഒരു സ്ത്രീ നമ്മുടെ കൂടെ ഉള്ളത് നല്ലതാടാ. നമ്മുടെ ഭാര്യമാർക്ക് ബുദ്ധി ഉണ്ടെങ്കിലേ നമുക്ക് പിന്നെ തന്നെ എല്ലാം സമ്പാദിക്കാൻ പറ്റും. അതൊന്നും നിനക്കറിയില്ലേ? അതറിയില്ലെങ്കിലേ ഞാൻ പഠിപ്പിക്കാടാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടും കൂടെ അവിടെ കിടന്ന് ഇങ്ങനെ ഒന്നും രണ്ടും ഒക്കെ പറയാണ്. രേവതി ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. സച്ചിനെ കണ്ടതും രേവതിക്ക് ഭയങ്കര സന്തോഷമായി. രേവതി ഇങ്ങനെ കുറച്ചു നേരം നിന്നിങ്ങനെ ആസ്വദിച്ച് നോക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ഏതായാലും രേവതിക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷമായി. ഉറങ്ങാൻ പറ്റിയിട്ടില്ല 2 ദിവസം നമ്മുടെ രേവതിക്ക്. പക്ഷെ ഇനി നമ്മുടെ രേവതി സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളും. നമ്മളും അങ്ങനെ തന്നെയല്ലേ. എന്തെങ്കിലും വഴക്കൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും അവർക്ക് നമ്മളോട് സ്നേഹം ഉണ്ടെന്ന് അറിയുമ്പോഴത്തേക്കും നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക്. അപ്പൊ ആ ഒരു സന്തോഷം നമുക്ക് ഏറ്റവും വലിയ സന്തോഷം പോലെ തന്നെയാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് രേവതിക്കും. തൻ്റെ ഭർത്താവിൻ്റെ മനസ്സിൽ താനുണ്ടല്ലോ, അപ്പൊ താൻ എന്തെങ്കിലും ചെയ്തു കളയും എന്നൊക്കെ ചിന്തിച്ചല്ലോ. അപ്പൊ അത് തന്നോടുള്ള സ്നേഹം കൊണ്ടാണല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഭയങ്കര സന്തോഷമായിട്ട് ഏതായാലും നമ്മുടെ രേവതി പോയി കിടക്കാണ്. ഇനിയിപ്പോൾ രേവതി രാവിലെ എണീക്കുമെന്ന് പോലും അറിയത്തില്ല, അതുപോലെ കിടന്നുറങ്ങും. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ സുധീനെയും ശ്രുതിനെയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതിയും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ചപ്പാത്തി എങ്ങാണ്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ചപ്പാത്തിയൊക്കെ കഴിച്ചു, ഏകദേശം കഴിച്ച് കുറേ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി അങ്ങ് എണീറ്റ് പോയി. അപ്പം ശ്രുതി അവിടെ ഇരിപ്പുണ്ട്. അപ്പം ചന്ദ്രയോട് പറഞ്ഞു, അതെ അമ്മ, എനിക്ക് 2 ചപ്പാത്തിയും കൂടെ വേണം, വല്ലാത്ത വിശപ്പുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, എന്തിനാടാ ഇനി 2 ചപ്പാത്തി നീ കഴിക്കുന്നത്? എടാ, നീ ഇപ്പൊ എത്ര ചപ്പാത്തി കഴിച്ചു? 5 എണ്ണം കഴിച്ചില്ലേ? എടാ, നിന്റെ വയറ് നിറഞ്ഞില്ലേടാ, പിന്നെ എന്തിനാടാ ചപ്പാത്തി? അപ്പം പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, അയ്യോ അമ്മേ, അങ്ങനെയൊന്നും പറയല്ലമ്മേ, രാവിലെ മുതൽ വൈകിട്ട് വരെ അവിടെ ജോലി എടുക്കണതല്ലേ, അവിടെ മാരുതി ഷോറൂമില്. അപ്പൊ പിന്നെ വിശപ്പും ക്ഷീണവും ഒക്കെ കാണും അമ്മേ, കൊടുക്കമ്മേ 1 ചപ്പാത്തിയും കൂടെ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. ശ്രുതിക്ക് അറിയില്ലല്ലോ, പുള്ളിക്കാരൻ പാർക്കിൽ പോയി ചുമ്മാ കുത്തിയിരുന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ ഇരുന്ന് നേരം വെളുപ്പിക്കുന്ന കാര്യമൊന്നും, നേരം വെളുപ്പിക്കുന്നതല്ല രാത്രിയാക്കുന്ന കാര്യമൊന്നും. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ചന്ദ്ര 1 ചപ്പാത്തി അങ്ങ് കൊടുത്തു. ശ്രുതി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, എടാ നീ എന്താടാ പറഞ്ഞത്? അവള് പറഞ്ഞത് കേട്ടായിരുന്നു നീ രാവിലെ മുതൽ വൈകിട്ട് വരെ പോയി കഷ്ടപ്പെടുകയാണെന്ന്. ഇതങ്ങാണ് എൻ്റെ ദൈവം തമ്പുരാനെ, അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ?
തീർന്നെന്ന് കൂട്ടിക്കണ്ടാ മതി. നിന്നെ ഡിവോഴ്സ് ചെയ്യും അവള് ഡിവോഴ്സ് ചെയ്ത് നിന്നെ ഉപേക്ഷിച്ചിട്ട് പോകും. അതാ നടക്കാൻ പോകുന്നത്. പെട്ടെന്ന് വല്ല ജോലിയും കണ്ടുപിടിക്കാൻ പറഞ്ഞ അവൻ കേൾക്കില്ല. തിന്നു മുടിയാനായിട്ട് അവൻ ഇരിക്കുക അവിടെ. അയ്യോ അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നേരത്തെ അമ്മ ഭക്ഷണമൊക്കെ എനിക്ക് പ്രത്യേകം ഉണ്ടാക്കി തരുമായിരുന്നു. ഇപ്പൊ അമ്മയ്ക്ക് ഒരു സ്നേഹവുമില്ല. സ്നേഹിക്കാടാ, ഞാൻ സ്നേഹിക്കാം. എല്ലാത്തിനെയും സ്നേഹിച്ച് ഞാൻ തലയെ കൊണ്ടുവച്ചോണ്ട് നടക്കാം. അതിനാ ഞാനിപ്പോ അനുഭവിക്കുന്നത്. കണ്ടില്ലേ ഒരുത്തനെ സ്നേഹിച്ച് നടന്നിട്ട് ഇപ്പൊ അവനെന്താ എനിക്ക് തിരിച്ചു തന്നത്? എല്ലാരും ഓരോരുത്തരും ഇങ്ങനെ എനിക്ക് എന്തോ ഓരോന്ന് തന്നോണ്ടിരിക്കുക. ഇനി നീയും കൂടെ ഉള്ളൂ എന്നെ കണ്ണീര് കുടിപ്പിക്കാനായിട്ട്. അല്ലമ്മേ, അമ്മേനെ ഞാൻ അതിന് കണ്ണീര് കുടിപ്പിക്കുവോ? ഞാൻ ജീവിക്കുന്നത് തന്നെ വേണ്ട, നീ നിർത്ത്. മതി. നിന്റെ കുറെ ഇങ്ങനെയുള്ള ഒലിപ്പീര് വർത്താനം ഞാൻ കേട്ടതാ. നീ ജീവിക്കുന്നത് അമ്മയ്ക്ക് വേണ്ടിയാണെന്നല്ലേ? നീ അമ്മയ്ക്ക് വേണ്ടിയാ ജീവിക്കുന്നതെന്ന് എനിക്കറിയാടാ. കെട്ടിയോളുടെ കണ്ണിൽ പൊടി തട്ടിയിട്ടിട്ട് അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുന്നു. മിണ്ടിപ്പോകരുത്. മര്യാദയ്ക്ക് തിന്നിട്ട് എണീറ്റ് മാറി പൊക്കോളാൻ പറഞ്ഞു. ഇതേ സമയം നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ രവീന്ദ്രൻ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ചന്ദ്ര എന്നിട്ട് പറഞ്ഞു, അതെ രവിയേട്ടൻ ഇങ്ങനെ ഇരിക്കാതെ വന്ന് ഭക്ഷണം കഴിക്കുക ബാ എന്ന് പറഞ്ഞപ്പോൾ രവി പറഞ്ഞു, ഞാനിപ്പോൾ കഴിക്കുന്നില്ല, നിങ്ങൾ കഴിച്ചോ, അവൻ വന്നിട്ടേ ഉള്ളൂ, അവൻ ഇതുവരെ വന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവൻ വരാത്തതാ ഭേദം. അവൻ ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് എന്തെടുക്കാനാ ഉള്ളത്? അവനുണ്ടെങ്കിൽ ഈ വീടിന്റെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടും, അത്ര തന്നെ. ദേ ചന്ദ്രെ, കുറച്ച് കൂടുന്നുണ്ട്. അവൻ നിന്റെ എന്ത് സ്വസ്ഥതയും സമാധാനമാണ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്? ഓ, നഷ്ടപ്പെടുത്തിയിട്ടില്ല. അവന്റെ ഭാര്യ വേണ്ടുവോളം എന്റെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുത്തിയിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാ ഇനി അവനായിട്ട് എന്റെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുത്തുന്നത്? മര്യാദയ്ക്ക് അവനോട് ഇരുന്നോളാൻ പറ. മറ്റവളെ ഇനി ഈ വീട്ടിലേക്ക് എങ്ങനെ വിളിച്ചോണ്ട് വന്നാണ്ടല്ലോ, ഞാൻ അടിച്ചെടുത്ത് കയറ്റത്തില്ല അവളെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കുമാണ് നമ്മുടെ സച്ചി ലാലാ ലൂലു എന്നൊക്കെ പാടി ഒരു പാട്ടൊക്കെ പാടിയിട്ട് നീ അറിഞ്ഞോ മേലെ വാനത്ത് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഒരു പാട്ടൊക്കെ പാടി ഇങ്ങനെ കുഴഞ്ഞു തുള്ളി വരുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞതേ, അന്വേഷിച്ച പൊന്നാരമോൻ വരുന്നുണ്ട്. ഇന്നേ നല്ല ലെവലിൽ തന്നെയാ വരുന്നത്. നോക്കങ്ങോട്ട്, കാല് നിലത്ത് ഉറയ്ക്കുന്നതേ ഇല്ല. കാലേ ഇപ്പം ശൂന്യാകാശത്താ നിൽക്കുന്നത്. സ്വീകരിച്ച് കേറ്റ്, അകത്തിരുത്ത്, അപ്പം മതിയാവൂലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പെട്ടെന്ന് അവിടെ എണീറ്റു കേട്ടോ. എണീറ്റിച്ച് സച്ചിയോട് ചോദിച്ചു, എന്തിനാടാ മോനെ നീ ഇങ്ങനെ കള്ളു കുടിക്കുന്നത്? നിനക്ക് എന്താടാ പറ്റിയത്? അത് പിന്നെ എന്തു പറ്റാനാ എനിക്ക്? മൊത്തം പറ്റിയില്ലേ, മൊത്തം. ഇന്നേ ഞാൻ അവനെ കണ്ടായിരുന്നു, ശ്രീകാന്തനെ. അവനിട്ട് ഞാൻ നല്ലത് കൊടുത്തിട്ടാ ഞാൻ വന്നേക്കുന്നത്. അവനെ ഇനി ഒരിക്കലും ഈ വീട്ടിൽ കയറില്ല. ഈ വീട്ടിൽ പോയാൽ അവന്റെ കാല് ഞാൻ തല്ലി ഓടിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അവൻ കെട്ടിയേക്കുന്ന അവന്റെ ഇഷ്ടത്തിന് അവൻ ജീവിക്കട്ടെ, അവിടെ പോയി ജീവിക്കട്ടെ. അല്ലെങ്കിലും ഈ സച്ചി മനസ്സിൽ കരുതി വെച്ചതെല്ലാം കൊടുത്തു. പട്ടിയെ തല്ലുന്നത് പോലെ ചതച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, എന്തിനാടാ അവനെ നീ അടിച്ചത്? ദേ മിണ്ടിപ്പോരുത്, അമ്മയാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. എന്തിനാ അടിച്ചതെന്ന് ഇപ്പൊ അറിയണോ? ഞാൻ അറിയിച്ചു തരാം. എന്റെ അച്ഛനെ ജയിലിൽ കയറ്റി എന്റെ അച്ഛനെ അവിടെ പോലീസുകാരുടെ വായിലിരിക്കുന്നൊക്കെ കേൾപ്പിച്ചിട്ട് ഇപ്പം അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നെന്ന് ചോദിച്ചപ്പം, എടാ ഇതിനൊക്കെ തെറ്റുകാരി നിന്റെ ഭാര്യയും കൂടെയല്ലേ? നിന്റെ ഭാര്യയല്ലേടാ ഇതൊക്കെ ചെയ്തു വെച്ചത്? നിന്റെ ഭാര്യ ഒറ്റ ഒരുത്തി കാരണമാ എന്റെ മോൻ വഴിവഴിച്ചു പോയത്. അവള് എന്റെ മോനെ വഴിവഴിപ്പിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് തുടങ്ങി. അപ്പൊ ചന്ദ്രയോട് രവീന്ദ്രൻ പറഞ്ഞു, എടി ചന്ദ്ര നീ മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ശ്രുതി ചോദിച്ചു, അല്ല അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മ പറയുന്നതിന് എന്താ ഇതിരിക്കുന്നത്? അമ്മ പറയുന്നതെല്ലാം കറക്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാ. അവൾ ഈ വീട്ടിൽ വന്നതോടെയല്ലേ തീർന്നത്? അതുമല്ല, അന്ന് ഞാൻ ഓടിപ്പോയില്ലായിരുന്നെങ്കിൽ അവൾ എന്റെ തലയിൽ ഇരുന്നേനെ. ഇത് കേട്ടോ സച്ചിക്ക് ദേഷ്യം. സച്ചി പറഞ്ഞു, നിനക്കിപ്പം ഇതായല്ലോ, നിനക്കിപ്പം പ്രശ്നമൊന്നുമില്ലല്ലോ. എടാ നീ കാരണമാടാ ഇതൊക്കെ നടന്നത്. നീ ഒറ്റ ഒരുത്തം കാരണം ഇതൊക്കെ നടന്നത്. എൻ്റെ അച്ഛൻ നീ കാരണമെന്ന് അപമാനപ്പെട്ടു. എൻ്റെ അച്ഛൻ ഒരു കല്യാണം നിനക്ക് നടത്തി തരാന്ന് പറഞ്ഞപ്പം 50 ലക്ഷം രൂപ എടുത്തോണ്ട് നീ അങ്ങ് മുങ്ങി. അതെന്റെ അച്ഛനൊരു വലിയ അപമാനമായിരുന്നു. അന്ന് എൻ്റെ അച്ഛൻ ഒരുപാട് സ്വപ്നം കണ്ടതാ കല്യാണം. എന്നിട്ട് ലാസ്റ്റ് ആ രേവതിനെ എൻ്റെ തലയിൽ കെട്ടിവെച്ചു. ഇപ്പൊ നോക്കിക്കോ, അടുത്ത മോൻ ഇങ്ങനെയായി. നീയൊക്കെ എന്തിനാടാ എൻ്റെ അച്ഛൻ്റെ മക്കളായിട്ട് ജനിച്ചത്? എൻ്റെ അച്ഛനെ കൊന്നു തിന്നാനാണോ നീയൊക്കെ ജനിച്ചത്? എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെടാൻ തുടങ്ങിയപ്പോൾ ശ്രുതി പറഞ്ഞു, സച്ചി കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. എന്തിനാ വെള്ളം അടിച്ചിട്ട് ഇങ്ങനെയൊക്കെ കിടന്ന് സംസാരിക്കുന്നത്? അതെ, വെള്ളം അടിച്ചെങ്കിൽ വയറ്റിൽ കിടക്കണം, അല്ലെങ്കിൽ റൂമിനകത്ത് വല്ലതും പോയിരിക്കുക. ഇങ്ങനെ കിടന്ന് സംസാരിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, എങ്ങനെ ഇവന് വിവരം ഉണ്ടാവും? വിവരവും വെള്ളിയാഴ്ച ഒന്നും ഇല്ലാത്ത ഇവൻ എങ്ങനെയാ മോളെ നമ്മളൊക്കെ പറയുന്നത് കേൾക്കുന്നത്? ഇവൻ എപ്പോഴും ഈ ചന്തയിൽ കിടന്ന് ചന്തയിൽ നിരങ്ങി ചന്തപ്പിള്ളാരുടെ കൂടെ നടന്നിട്ട് ആ ഒരു സ്വഭാവമായി പോയി. പിന്നെ ആ രേവതിയുടെ കൂടെ അല്ലായിരുന്നു ഇവൻ കുറച്ച് നാള്. ആ സ്വഭാവം കിട്ടാതിരിക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, എങ്കിലും രേവതി ഇത്രയൊക്കെ ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ലമ്മേ. രേവതി വല്ലാത്തൊരു ചെയ്ത്തായി പോയി നമ്മുടെ കുടുംബത്തിനോട് ചെയ്തത്. എങ്കിലും അത് വലിയ മോശമായി പോയി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ ശ്രുതിയും കൂടെ
അതിന് സപ്പോർട്ട് ചെയ്തു. പേരും കള്ളി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, അതെ പെരുങ്കള്ളി തന്നെയാ, അവളും പെരുങ്കള്ളിയാ. അവനുണ്ടല്ലോ ആ മറ്റവൻ, അന്ന് എൻ്റെ സച്ചി നിന്റെ ബൈക്ക് മോഷ്ടിച്ചവൻ, അവനെ അന്ന് ബൈക്ക് മോഷ്ടിച്ചതല്ലേ. അപ്പം മുതൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാ പേരും കള്ളി കുടുംബമാണെന്ന്, കള്ളികളും കള്ളന്മാരുമാ ആ കുടുംബത്തിലുള്ളത് മൊത്തം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, പിന്നെ ഈ കുടുംബത്തിലുള്ളവർ മൊത്തം സത്യസന്ധത ചമഞ്ഞ് നടക്കുന്നവരല്ലേ. ഒരാൾ കൊണ്ടുപോയി പ്രമാണം പണയം വെച്ചു, ഒരാൾ കൊണ്ടുപോയി എന്താ ചെയ്തത്, 50 ലക്ഷം രൂപ മുക്കി, എന്നിട്ട് സത്യസന്ധത ചമഞ്ഞ് നടക്കുന്നു. അപ്പൊ ശ്രുതി പറഞ്ഞു, ദേ എന്താ സച്ചി ഇത്? ഞാൻ പറഞ്ഞു എന്റെ ഭർത്താവിനെ പറയുന്നതിന് ഒരു പരിധിയുണ്ട്. കൂടെ സച്ചി പറയുന്നുണ്ടല്ലോ ഈ 50 ലക്ഷത്തിന്റെ കണക്ക്, എപ്പോഴും പറയാൻ സച്ചിക്ക് തന്നെ ഉളുപ്പ് തോന്നുന്നില്ലേ? അതൊക്കെ സംഭവിച്ചു പോയ കാര്യങ്ങളാ. അതെ, അതൊക്കെ സംഭവിച്ച കാര്യങ്ങൾ തന്നെയാ, അത് ഞാൻ പറയും. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതി എന്ത് ചെയ്തു, കയറി അങ്ങോട്ട് ഈ കോളറിൽ അങ്ങോട്ട് പിടിച്ചിട്ട്, എന്താടാ നീ പറഞ്ഞത്? ഏതു നേരം എന്നോട് നീ എന്തിനാടാ മെക്കിട്ട് കയറുന്നത്? ഇപ്പൊ എന്തിനാടാ എന്റെ ഭാര്യയോട് നീ മെക്കിട്ട് കയറുന്നെന്ന് ചോദിച്ചപ്പം, ചിലപ്പം കയറുന്നല്ല, ചിലപ്പോൾ ഒരെണ്ണം കൊടുക്കുകയും ചെയ്തു പറഞ്ഞു. ഓഹോ, നീ കൊടുക്കൂടാന്ന് ചോദിച്ചപ്പം, എടാ മര്യാദയ്ക്കിരുന്ന സോഡാക്കുപ്പി എന്റെ കയ്യിൽ നിന്ന് ഒന്ന് കിട്ടിയിട്ടോടെ നീ ചത്തു പോകുന്നു പറഞ്ഞു ഒറ്റ ഒരെണ്ണം കൊടുക്കാൻ വന്നതും കൊണ്ട് നമ്മുടെ ശ്രുതിക്കിട്ടാണ് കേട്ടോ. ശ്രുതിയുടെ കവിളിട്ടാണ് അത് കൊള്ളുന്നത്. ഏതായാലും ഇതിനെ തുടർന്ന് നമ്മുടെ രവീന്ദ്രന് പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്ക് പോലെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ കൂടുതൽ പറയുന്നില്ല. ഇന്നും കൂടെ അത് കഥയെ കാണിച്ചില്ലെങ്കിൽ, വൈകിട്ട് കാണിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്നെ കൊല്ലുമെന്ന് എനിക്കറിയാം. കാരണം 2-3 ദിവസമായി നമ്മൾ ഇത് തന്നെ പറയുന്നു, പക്ഷെ കഥ അങ്ങോട്ടിട്ട് എത്തുന്നുമില്ല. വലിഞ്ഞ് നിരങ്ങി പോവുകയാണ് കേട്ടോ. എൻ്റെ ഗതികേട് കൊണ്ടാണ് ഞാൻ വന്നിരുന്നു പറയുന്നത്. അത് നിങ്ങളൊന്ന് ഓർത്തോണേ. കാരണം നമുക്ക് സ്ഥിരം ഇട്ടേ പറ്റൂ. ഒരു സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കൂട്ടിയെടുത്തേ പറ്റൂ ഒരു ദിവസം. അപ്പോൾ ഇടാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടില്ല, വ്യൂസ് കൂടില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ദിവസം പോലും നമുക്ക് മിസ് ചെയ്ത് കളയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാട്ടോ ഞാൻ വന്ന് പറയുന്നത്. അപ്പൊ തന്നെയും പിന്നെ ഇത് ആവർത്തിച്ച് കേൾക്കുന്നവർ കാണും, നമ്മളോട് സ്നേഹമുള്ളവർ അത് കേൾക്കും, അതെനിക്കറിയാം. കാരണം ഒത്തിരി പേര് നമ്മളെ സ്നേഹിക്കുന്നവരുണ്ട്, നമ്മൾ ഈ ഒരു കഥ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, നമ്മുടെ ഒരു എന്താ പറയുക ഒരു റിപ്ലൈ, ഒരു കമന്റിനൊക്കെ ഒരു റിപ്ലൈ ഒക്കെ കിട്ടാൻ നോക്കിയിരിക്കുന്നവരുണ്ടെന്നൊക്കെ എനിക്കറിയാം. എങ്കിലും നമ്മൾ ഇങ്ങനെ കഥ പറയുമ്പം വീണ്ടും റിപ്പീറ്റ് അടിക്കുമ്പോൾ അത് കേൾക്കാൻ താല്പര്യമില്ലാത്തവരും കാണുമല്ലോ. എല്ലാ പക്ഷവും നമ്മൾ നോക്കണമല്ലോ. അപ്പം അതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത്. അപ്പം പുതിയ ആൾക്കാരൊക്കെ വരും. അപ്പം അതുകൊണ്ട് നമ്മൾ കഥ പറയാതിരുന്നാലും ശരിയാവില്ല. അപ്പോൾ ഏതായാലും ഞാൻ ചെകുത്താൻ്റെയും കടലിൻ്റെയൊക്കെ നടുക്കായിട്ട് ഇങ്ങനെ കിടക്കുക. ഇനിയെങ്കിലും ഇവർ കഥ സ്പീഡിൽ കൊണ്ടുപോയില്ലെങ്കിൽ നിങ്ങൾ വന്ന് തന്നെ കമൻറ്റ് ബോക്സിൽ പൊങ്കാലിടുന്നൊക്കെ എനിക്കറിയാം കേട്ടോ. ഏതായാലും അതുകൊണ്ട് ഞാൻ ഒത്തിരി അങ്ങോട്ട് നീട്ടി ഇനി അങ്ങോട്ട് നോക്കി ബാക്കി പറയുന്നില്ല. ഏതായാലും ബാക്കി കഥ നടന്നിട്ടേ ഞാൻ പറയുന്നുള്ളൂ. ഇത് രണ്ടും കൽപ്പിച്ച് ഞാൻ വന്നതാണ്. അപ്പോൾ ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാമല്ലേ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. പിന്നെ ഇത് കഴിയുമ്പോൾ നമ്മുടെ നയനയുടെയും ആദർശിൻ്റെയും കഥയുണ്ട് കേട്ടോ. മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാണണേ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭത്തിനൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ.